ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗ സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നാളെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സരിയോ ഷാരീനെ കാണുന്നുണ്ട്. ഷാരീനോട് പറയുന്നുണ്ട്, ഞാൻ എന്റെ പെറ്റമ്മയായിട്ടുള്ള താരയുണ്ടല്ലോ അവരോട് പറഞ്ഞിട്ടുണ്ട് കല്യാണിനെ ഇല്ലാതാക്കാനായിട്ട്. കല്യാണി വീട്ടിലേക്ക് വരുമ്പോഴേക്കും അവള് കുടിക്കുന്ന ജ്യൂസിലോ അല്ലെങ്കിൽ പാലിലോ അല്ലെങ്കിൽ ചായയിലോ കാപ്പിയിലോ എന്താ വെച്ചാൽ ഞാൻ തരുന്ന പൊടി കലക്കി കൊടുക്കാനായിട്ട്. താര അങ്ങനെ ചെയ്യോ മോളെ എന്ന് ചോദിക്കുമ്പോ ചെയ്യോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഒരു കാര്യം അവിടുത്തെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എന്നെയും കല്യാണിനെയും അവർ ഒരുപോലെ കാണുന്ന സ്വഭാവം അത് നിർത്താൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഒരുപാട് ദുഃഖിക്കേണ്ടി വരുമെന്ന്. പിന്നെ എന്നെ ഒറ്റക്കൊടുക്കാനെങ്ങാനും ആണ് അവരുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അവരെ കൊല്ലുമെന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരെന്താ ചെയ്യാൻ നോക്കാം. എന്നോട് എത്രയെങ്കിലും ഇഷ്ടം അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയണത് അവര് കേൾക്കും എന്ന് പറയുമ്പോ ഷാരി പറയണ്ട്, ചിലപ്പോ മോള് പറഞ്ഞത് അവൾ കേൾക്കുമായിരിക്കും. കാരണം താരക്ക് വർഷങ്ങൾക്ക് ശേഷമല്ലേ നിന്റെ സ്നേഹം തിരിച്ചു കിട്ടിയത്. അതുകൊണ്ട് നിന്നെ പിണക്കൊന്നുമില്ല, താര അത് അനുസരിക്കും തന്നെയാ എനിക്ക് തോന്നുന്നത്. അനുസരിച്ചാ അവർക്ക് കൊള്ളാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ പെറ്റമ്മേനെ ഉപേക്ഷിച്ച് പോറ്റമ്മയുടെ തന്നെ പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം, മിക്കവാറും കല്യാണി ഇന്നല്ലെങ്കിൽ നാളെ അമ്മേനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുമായിരിക്കും. കല്യാണിയും കിരണും മാറി മാറി എന്നോട് ഇപ്പൊ ചോദിക്കുക, അമ്മക്ക് എന്താ സംഭവിച്ചത്, അമ്മക്ക് എന്താ സംഭവിച്ചത്. ഇടക്കാണെങ്കിൽ അമ്മയാണെങ്കിൽ 2-3 പ്രാവശ്യം കല്യാണിക്ക് മെസ്സേജും അയച്ചു, മോളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്. അതാണ് അവർക്ക് ഇത്ര ഡൗട്ട് ഉണ്ടാവാൻ കാര്യം. താരെന്തിനാ മോളെ അങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചത്? ഒന്നും പറയണ്ട, കല്യാണി എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര കാര്യമാണല്ലോ. എന്നെക്കാളും മുമ്പ് അവരെയാണല്ലോ കല്യാണി മോളായിട്ട് സ്വീകരിച്ചത്, അതുകൊണ്ടായിരിക്കും. എന്തായാലും ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട പോലെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരത് അനുസരിക്കുന്നു ഞാൻ നോക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് ആ കൃത്യം നടപ്പിലാക്കാൻ പോണത്, കല്യാണിയുടെ മരണവിധി എന്ന് പറഞ്ഞിട്ട് സരിയും അവിടെ നിന്ന് പോവാണ്. ഷാരി മനസ്സ് വിചാരിക്കുകയാണ്, ഷാരിയും പഠിക്കുന്നില്ല സരിയും പഠിക്കുന്നില്ല. ഷാരി വിചാരിക്കാണ്ട്, എന്റെ ഈശ്വര എത്ര നാളായി എന്റെ പാവം മോള് കഷ്ടപ്പെടുന്നു കിരണിനെ കിട്ടാൻ വേണ്ടി. അവൾക്ക് കിരണ നേടിക്കൊടുക്കണം. എത്രയും നാള് കല്യാണി കിരണായിട്ട് സുഖമായിട്ട് ജീവിച്ചില്ലേ, ഇനി എന്റെ മോള് സുഖമായിട്ട് ജീവിക്കട്ടെ എന്നൊക്കെയാണ് ഷാരി വിചാരിക്കുന്നത് കേട്ടോ. ശേഷം വീട്ടിലേക്ക് എത്താണ് നമ്മുടെ സരയു കേട്ടോ. സരയു ആണെങ്കിൽ താര എടുത്ത് പറയണ്ട്, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോ താര എന്താ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും നിങ്ങളത് മറന്നുപോയോ? ഞാൻ പറഞ്ഞതല്ലേ കല്യാണി ഇവിടെ വരുവാണെങ്കിൽ പാലിലോ ജ്യൂസിലോ ചായയിലോ എന്തെങ്കിലും ഞാൻ തരുന്ന പൊടി കലക്കി കൊടുക്കണമെന്ന്. ഞാൻ ആ പൊടി കൊണ്ടുവന്നിട്ടുണ്ട്. അവള് മിക്കവാറും ഉടനെ തന്നെ അമ്മേനെ കാണാൻ വേണ്ടി വരും. വേണമെങ്കിൽ അമ്മ നാളെ ഒരു മെസ്സേജ് അങ്ങോട്ടേക്ക് അയച്ചു നോക്ക്, മോളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. ആ മെസ്സേജ് കണ്ടിട്ടാണെങ്കിലും അവൾ ഇങ്ങോട്ടേക്ക് വരുമല്ലോ. അവൾ ഒറ്റക്കാണ് വരുന്നതെങ്കിൽ അവള് കുടിക്കുന്ന ജ്യൂസ് ഇത് കലക്കി കൊടുത്താൽ മതി, പേടിക്കൊന്നും വേണ്ട. അവളുടെ വയറ്റിനുള്ളിൽ ഈ വിഷം പോയാലും ഹോസ്പിറ്റലിൽ എത്താനായിട്ട് 2-3 മണിക്കൂർ താമസം എടുക്കും. അവൾക്ക് അതിന്റെ റിയാക്ഷൻ വേണ്ട. അതപ്പോ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അവള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തായാലും അവൾ സ്പോട്ടിൽ തന്നെ മരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളും വരുമ്പോൾ ഇത് ഉള്ളിൽ ചെന്നിട്ടാണ് മരിച്ചെന്നുള്ള കാര്യം ഒന്നും അറിയാൻ പാടില്ല. കാരണം ഇതൊരു തരി മാത്രമേ ഉള്ളിലേക്ക് കടക്കുന്നുള്ളൂ. പിന്നെ അമ്മ ചെയ്തെന്ന് ആരും വിശ്വസിക്കത്തുമില്ല. കാരണം അമ്മേനെ അത്രമാത്രം മറ്റുള്ളവർക്ക് ഭയങ്കര വിശ്വാസമാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഒന്നും സംഭവിക്കില്ല. നിങ്ങൾക്ക് ആപത്തുള്ളതൊന്നും സംഭവിക്കാൻ പോണില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. മനസ്സിലായി എന്ന് പറഞ്ഞ് താര തലയാട്ടുന്നുണ്ടെങ്കിലും താര സരയു പറഞ്ഞ പോലെ ഒന്നും കേൾക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ നമ്മുടെ കല്യാണി താരനെ കാണാൻ വേണ്ടി വീണ്ടും വരുന്നുണ്ട് കേട്ടോ. സംസാരിക്കാൻ വേണ്ടി ഒറ്റക്കാണ് കല്യാണി വരുന്നത്. ആ സമയത്ത് തന്നെ നമ്മുടെ സരിയു ആണെങ്കിൽ വീട്ടിൽ ഒളിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് താരെടുത്ത് പണി ഞാൻ വീട്ടിലുള്ള കാര്യം പറഞ്ഞിട്ട് ഞാൻ പുറത്ത് ഷോപ്പിങ്ങിന് പോയെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരിയു അവിടെ ഒളിഞ്ഞു നിൽക്കുക കേട്ടോ. എന്നിട്ട് അടുക്കളയിൽ ഒരു മൂലക്ക് ഒളിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ കല്യാണം വരുമ്പോ ചോദിക്കേണ്ടത് താരാൻറ്റി സരിയു ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, പുറത്ത് വരെ പോയിരിക്കാന്ന് പറയാണ്. അപ്പൊ ആന്റി ഒറ്റക്കാണ് ഇവിടെ? അതെ ഒറ്റക്കാണ് എന്ന് താര പറയുന്നുണ്ട്. അതിനുശേഷം താര ചോദിക്കേണ്ടത് കുടിക്കാൻ ചായയാണോ കാപ്പിയാണോ ജ്യൂസ് എന്തെങ്കിലും വേണോ? കല്യാണി പറയണ്ട, ഭയങ്കര ചൂടല്ലേ ആന്റി, ജ്യൂസ് എന്തെങ്കിലും മതി, അല്ലെങ്കിൽ ഞാൻ തന്നെ ഇടാം, ആന്റിക്കും വേണമെങ്കിൽ ഞാൻ തന്നെ ഇടാം എന്ന് പറയുമ്പോ താര പറയേണ്ടത് വേണ്ട ഞാൻ ഇട്ടോളാം, മോള് ഇവിടെ കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയതല്ലേ, ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് താര അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും ഓൾറെഡി നമ്മുടെ സരിയു ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഈ പറഞ്ഞ പൊടിയും കൂടി സരിയു കലക്കിയിട്ടുണ്ടായിരുന്നു. താര എടുത്ത് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് ഈ ജ്യൂസ് കൊണ്ട് കൊടുക്ക് എന്ന് പറയണം. താരക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷെ എങ്കിൽ പോലും സരിയു നിർബന്ധിച്ചിട്ട് സരിയു പേടിപ്പിച്ചുകൊണ്ട് മാത്രം നമ്മുടെ താര ആ ജ്യൂസ് കൊണ്ടുപോകുന്നുണ്ട്. അത് വീക്കെൻഡ് പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇതിൽ വന്നിരിക്കുന്ന വീക്കെൻഡ് പ്രൊമോയിലൊന്നും അത് കാണിച്ചിട്ടില്ല. പക്ഷെ ടിവിയിൽ വെള്ളിയാഴ്ചത്തെ രാത്രി 11 മണിക്കത്തെ പ്രൊമോയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. താര ജ്യൂസ് കൊണ്ടുവന്ന് കല്യാണിക്ക് കൊടുക്കുന്ന ഭാഗം കല്യാണി അത് കുടിക്കുന്നുണ്ട്. ആ ജ്യൂസിൽ സരിയു എന്തോ കലക്കിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും താര ആ ഒരു കലക്കിയ ജ്യൂസ് ആയിരിക്കില്ല കല്യാണിക്ക് കൊടുക്കുന്നത്. മിക്കവാറും ആ ജ്യൂസ് താര മാറ്റിയിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ട് തന്നെ കല്യാണി ആ ജ്യൂസ് കുടിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കല്യാണി ആ ജ്യൂസ് മൊത്തമായിട്ട് കുടിക്കാണ്. ഇത് സരുവിന് ഭയങ്കര സന്തോഷമാണ്. ഈശ്വര 2-3 മണിക്കൂർ കഴിയുമ്പോൾ അവള് മരിക്കും, അവള് ചത്തടങ്ങിയ ശരീരം കാണാലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുകയാണ് സരയു കേട്ടോ. അതിനുശേഷം കല്യാണി ശരി ആന്റി, എന്നാ ആന്റിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല എന്ന് പറയുമ്പോ കല്യാണി അവിടെ നിന്ന് പോകുക കേട്ടോ.
ഇങ്ങനെ സന്തോഷത്തിലാണ് കേട്ടോ. താരനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഉമ്മ കൊടുക്കുന്നുണ്ട്. ഹോ, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എന്റെ സ്വന്തം അമ്മയാണെന്ന് തെളിയിച്ചു, അതുകൊണ്ടല്ലേ എനിക്ക് വേണ്ടി നിങ്ങൾ അത് ചെയ്തത്, വളരെ നല്ല കാര്യം. ഞാൻ നിങ്ങൾ കൊടുത്ത ജ്യൂസിൽ ആ പൊടി കലക്കിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോ താരക്ക് വലിയ ഇതൊന്നും ഡിമാൻഡ് ഒന്നുമില്ല. കാരണം ആ താര അപ്പോഴേ അത് മാറ്റിയായിരുന്നു. അതിനുശേഷം സരിയു സമാധാനത്തോടെ ബാക്കി ഉണ്ടായിരുന്ന ജ്യൂസ് ഒക്കെ ഇങ്ങനെ കുടിക്കാട്ടോ. ഹോ, സമാധാനം, ഇനി ആശ്വാസമായിട്ടൊന്ന് ഇരിക്കണം. അവളുടെ മരണവാർത്ത എപ്പോ വേണമെങ്കിലും കേൾക്കാം. എന്തായാലും കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കാം. മരണവാർത്ത കേൾക്കുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കരയുമ്പോഴും മേക്കപ്പ് ഒലിച്ചു പോകരുതല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സരിയു മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കാട്ടോ. താര വേറൊന്നുമല്ല, ആ ജ്യൂസ് എപ്പോഴേ മാറ്റി. ഇനി പൊടി കലക്കിയ ജ്യൂസ് സരിയു ആണോ കുടിക്കണേന്ന് എനിക്ക് അറിയില്ല. താര കൊടുക്കുന്ന ജ്യൂസിന് ഏതായാലും ഒന്നും കലക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ കല്യാണി തിരിച്ച് വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ട്. വീട്ടിലേക്ക് പോയി കഴിയുമ്പോഴും നമ്മുടെ രതീഷും കാദംബരിയും സംസാരിക്കുന്നുണ്ട്. ഇവര് കല്യാണിയും അതുപോലെ തന്നെ കിരൺ സാറും എത്രയൊക്കെ സരിയുവിനെ സപ്പോർട്ട് ചെയ്താലും എന്റെ കാദംബരി, എനിക്ക് അവളുടെ കാര്യത്തിൽ കുറച്ച് സംശയമൊക്കെ ഉണ്ട് എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന കാദംബരി പറയുന്നുണ്ട്, എന്റെ രതീഷേട്ടന് മാത്രമല്ല എനിക്കും കാർത്തിക ചേച്ചിയുടെ അമ്മക്കൊക്കെ സംശയമാണ്. പക്ഷെ കിരണിനും അതുപോലെ തന്നെ കല്യാണിക്കും ഒരു സംശയവും ഇല്ല. ഈ കല്യാണിക്ക് അപകടം പറ്റുന്ന സമയത്തൊക്കെ സരിയു ഏറെ കുറെ ആ പ്രദേശത്ത് തന്നെ ഉണ്ടാവും. മാത്രമല്ല അവളുടെ അമ്മ താര എന്തൊക്കെയൊക്കെയോ പറയണമെന്നുണ്ട്. അവർക്ക് എന്തൊക്കെയോ സത്യങ്ങളും രഹസ്യങ്ങളും അറിയാം. പക്ഷെ അവർക്ക് സരിയുവിനെ പേടിച്ചൊന്നും പറയാനും പറ്റാത്ത അവസ്ഥയാണ്. രതീഷ് പറയുന്നുണ്ട്, അത് നീ പറഞ്ഞ ശരിയാണ്. ഈ താരാന്റി ഇപ്പൊ പുറത്തൊന്നും ഇറങ്ങാറേ ഇല്ല. മുമ്പൊക്കെ ആണെങ്കിൽ മകളെ കാണാനായിട്ടാണെങ്കിലും ആ തറവാട്ടിലേക്ക് വരുന്നതല്ലേ അവര്. ഇപ്പൊ അവർക്ക് കൊച്ചുമകളെയും കാണണ്ട, ആരെയും കാണണ്ട, വീട്ടിൽ ഒറ്റയിരിപ്പാണ്. താരാന്റി നമ്മുടെയൊക്കെ എത്ര സ്നേഹത്തിലാ പെരുമാണത്. ഇവിടെ വന്ന് നിൽക്കാറുമുണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് ചെയ്തിരുന്ന ഒരു ആന്റിയാണ്. പക്ഷെ ആന്റി ഇപ്പൊ കാണാറേ ഇല്ല. മോളെ കിട്ടിയ സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു 3 മാസമായിട്ട് ആന്റി ആകെ ഒരു സൈലന്റ് ആയ പോലെ എന്ന് പറയുമ്പോഴേക്കും അതെ, അത് ശരിയാണ്. ആന്റിക്ക് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അറിയാം. എനിക്ക് തോന്നുന്നത് ആ സരി ഇപ്പോഴും ഉടായ്പാണെന്ന് തന്നെയാണ് എന്ന് കാദംബരി പറയുമ്പോൾ രതീഷ് പറയണ്ടേ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. പക്ഷെ അവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ലല്ലോ. നോക്കാം, എന്തായാലും സരി ഇപ്പൊ ഒറ്റക്കാണല്ലോ. വേറെ അവളുടെ ശക്തിയായിട്ട് നിന്ന ആൾക്കാരൊക്കെ പോയല്ലോ. പിന്നെ അവളുടെ അമ്മയും അവളും കൂടിയിട്ടാണ് അന്ന് ഗുണ്ട വരാൻ വേണ്ടി വാതിൽ തുറന്നു കൊടുത്തെങ്കിലും അവർക്ക് തന്നെ തിരിച്ച് ശിക്ഷ കിട്ടിയല്ലോ രതീഷ് ചേട്ടാ. അങ്ങനെയാണ് കല്യാണിനെ ഉപദ്രവിക്കാൻ ആരാണ് നോക്കുന്നത് അവർക്കായിരിക്കും തിരിച്ചടി കിട്ടാൻ പോകുന്നത്. കല്യാണിക്ക് അങ്ങനെ തന്നെയാണ്. ചെറുപ്പം മുതൽ അവൾ ഒരുപാട് ഉപദ്രവിക്കാൻ നോക്കി. നമ്മുടെ അച്ഛനും അതുപോലെ അമ്മൂമ്മയും കൂടി. അവസാനം അവർക്ക് തിരിച്ചടി കിട്ടിയില്ലേ? വിക്രത്തിന് തിരിച്ചടി കിട്ടിയില്ലേ? ഈ പറഞ്ഞ സരിയുവിനും സരിയുവിന്റെ അച്ഛൻ രാഹുലിനും അതുപോലെ തന്നെ ഷാരിക്കൊക്കെ തിരിച്ചടി കിട്ടില്ലേ? ദുഷ്ടന്മാർക്ക് എപ്പോഴും തിരിച്ചടി കിട്ടും രതീഷ് ചേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് നമ്മുടെ സരിയുവിനാണ് ഇനി അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ വരാൻ പോണത്. ആ ഒരു പൊടി കലക്കിയ ജ്യൂസ് മിക്കവാറും എന്റെ ഒരു അഭിപ്രായത്തിൽ സരിയു തന്നെയാണ് കുടിക്കുന്നുണ്ടാവുക. പക്ഷെ പെട്ടെന്നൊന്നും സരിയു മരിക്കില്ല. അങ്ങനെ ഒരു സ്പോട്ട് മരണവും ആയിരിക്കില്ല സരിയുവിന്. സരിയു ഇങ്ങനെ പതുക്കെ ഇത്രയും നാൾ ചെയ്തു കൂട്ടിയ ഏറ്റവും കൂടുതൽ വലിയ വില്ലത്തെ സരിയു ആണല്ലോ. അതുകൊണ്ട് തന്നെ സരിയു ഇത്രയും നാൾ ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ അനുഭവിച്ചിട്ട് മാത്രമേ സരിയു മരിക്കുള്ളൂ കേട്ടോ. എന്തായാലും അങ്ങനത്തെ നല്ല നല്ല ഭാഗങ്ങളായിരിക്കും നമുക്ക് നാളത്തെ അതുപോലെ തന്നെ ഈ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും സരിയു തന്നെയായിരിക്കും അവസാനം മരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഭാഗം കുറച്ച് ലോങ് ആയിട്ടായിരിക്കും കാണിക്കാൻ പറ്റുന്നത്. ഇത്ര നാൾ എപ്പിസോഡില് വില്ലന്മാരെല്ലാം ഒരു ദിവസം കൊണ്ട് മരിച്ചു. വിക്രമാണെങ്കിലും രാഹുൽ ആണെങ്കിലും ഒക്കെ സ്റ്റെഫി ആണെങ്കിലും ഒരു ദിവസം കൊണ്ടാണ് മരിച്ചത്. പക്ഷെ സരിയു മരിക്കുമ്പോൾ ഒരു 3-4 ദിവസമെങ്കിലും പിടിക്കും. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.